ജീവൻ രേഖയുടെ ഈ ആഴ്ചയിലേക്ക് സ്വാഗതം. വന്ധ്യത കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് വന്ധ്യതയിൽ പുരുഷന്മാർക്കുണ്ടാകാവുന്ന പ്രശ്നങ്ങളെപ്പറ്റി ഇന്ന് ചർച്ച ചെയ്യാം. അതിനായിട്ട് ഇന്ന് നമ്മുടെ കൂടെ എത്തിയിരിക്കുന്നത് ഡോക്ടർ സഹീദ്, സൺറൈസ് ഹോസ്പിറ്റലിലെ ആൻഡ്രോളജിസ്റ്റ് ആണ്. ഡോക്ടർ, വെൽക്കം ടു ദിസ് പ്രോഗ്രാം. താങ്ക് യു. എനിക്ക് തോന്നുന്നു പണ്ട് തൊട്ടേ വന്ധ്യതയുടെ ഒരു കാരണം പുരുഷന്മാരിലും കൂടുതലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്പോഴാണെന്ന് തോന്നുന്നു അതിൻ്റെ ഉള്ള ഒരു അവയർനെസ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. എത്ര ശതമാനത്തോളം ആൾക്കാരിൽ ഈ മെയിൽ ഇൻഫെർട്ടിലിറ്റി കൊണ്ട്, മെയിൽ പ്രോബ്ലംസ് കൊണ്ട് ഇൻഫെർട്ടിലിറ്റി വരാറുണ്ട്? വന്ധ്യത ഇപ്പോൾ കണ്ടുപിടിച്ച ഒരു കാര്യമല്ല പുരുഷന്മാരിലുള്ള. ഇപ്പോൾ കൂടുതലായിട്ടും പണ്ട് കാലത്ത് സ്ത്രീകളെ മാത്രമായിരുന്നു ഇത് ഡോക്ടറെ സമീപിക്കാനും അത് ചികിത്സിക്കാനും ഒക്കെ വിടാറ്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഒരു കപ്പിൾ, അതായത് ഒരു പുരുഷനും സ്ത്രീയും ഒരുമിച്ച് ഡോക്ടറെ കാണുകയും ആർക്കാണ് പ്രശ്നമെന്ന് നമ്മളൊരു സയൻറ്റിഫിക്കലി അവരെ കണ്ടതിന് ശേഷം ടെസ്റ്റുകളിലൂടെ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഏകദേശം 50% പുരുഷന്മാരിലും 50% സ്ത്രീകളിലും ആകാം വന്ധ്യത എന്ന് നമ്മൾക്കിപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഇപ്പോൾ വന്ന ഒരു ട്രെൻഡല്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ കൂടുതൽ ആൾക്കാർ നമ്മളെ ഡോക്ടർമാരെ സമീപിക്കുന്നതുകൊണ്ട് നമ്മൾ അത് ഡിറ്റക്ഷൻ കൂടുതലാണ്. അത്രേ ഉള്ളൂ. എനിക്കൊന്നു ഇപ്പം ഇൻഫെർട്ടിലിറ്റിയുടെ കാര്യത്തിൽ ഇപ്പം മിക്കപ്പോഴും കപ്പിൾസ് ആയിട്ടാണ് വരുന്നത്. പണ്ടൊക്കെ സ്ത്രീ തന്നെ ആദ്യം ഒന്ന് വന്ന് ചെക്കപ്പ് ഒക്കെ ചെയ്ത് പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ മാത്രമേ ഹസ്ബൻഡ് വരുന്നൊരു ട്രെൻഡ് ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇപ്പം ഡോക്ടർ പറഞ്ഞു ഏകദേശം ഒരു 40 to 50% ഓഫ് ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലംസും മെയിൽസിലാണെന്ന്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊരു പ്രോബ്ലംസ്? മീൻസ് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നതാണ്, പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ കുറച്ചൊന്നും കൂടിയിട്ടില്ലേ എന്ന് തോന്നുന്നില്ലേ? മെയിനായിട്ട് ആദ്യത്തെ ഒരു വിസിറ്റിൽ തന്നെ നമുക്ക് ഇത് ആർക്കാണ് പ്രശ്നമെന്ന് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ പ്രത്യേകത. എന്ന് വെച്ചാൽ പുരുഷനാണോ സ്ത്രീകളിലാണോ ഇത് ഉണ്ടാകുന്നത്, ഒരു ടീമായിട്ടാണ് ഇപ്പോൾ ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റുകൾ മാനേജ് ചെയ്യുന്നത്. പുരുഷനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ആൻഡ്രോളജിസ്റ്റ് നോക്കുകയും സ്ത്രീയെ ഒരു ഗൈനക്കോളജിസ്റ്റ് ടെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നെ പുരുഷന്മാരെ പരിശോധിക്കുമ്പോൾ ഫസ്റ്റ് വിസിറ്റിൽ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ബീജ പരിശോധന അല്ലെങ്കിൽ സിമൻ അനാലിസിസ്. അതിനകത്ത് ഉണ്ടാകുന്ന ഒരു വേരിയേഷൻ വെച്ചിട്ടാണ് ഇതിൽ ആർക്കാകാം പ്രശ്നം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു 100% നല്ലൊരു റിസൾട്ടാണ് അതിൽ കിട്ടുന്നതെങ്കിൽ തീർച്ചയായും കൂടുതലായിട്ടുള്ള ഒരു ടെസ്റ്റിങ്ങിനും ഈ പുരുഷൻ്റെ വിധേയനാക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ്. കാരണം സൈക്കോളജിക്കലായിട്ടുള്ള മറ്റ് പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഈ പ്രശ്നമുള്ള ഒരു സെമിൻ അനാലിസിസ്, അതായത് ലാബിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടുകയാണ്, അതായത് ബീജങ്ങൾ കുറവാണെന്നോ അതിനകത്ത് ചലനശക്തി കുറവാണെന്നോ ഒക്കെ കാണുകയാണെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ തേടി പോവുകയാണ് നമ്മൾ യൂഷ്വലി ചെയ്യാറ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ സാധ്യതയുള്ളത്? അവർക്ക് ജന്മനായുള്ള പ്രശ്നങ്ങൾ, വൈകല്യങ്ങളുണ്ടോ, അതോ എന്തെങ്കിലും അസുഖം മൂലം വന്ന ഒരു ചേഞ്ച് ആണോ, അതോ എന്തെങ്കിലും സർജിക്കലായിട്ടുള്ള ഒരു പ്രശ്നം കൊണ്ടുണ്ടായതാണോ, അതോ വെരിക്കോസീൽ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഞരമ്പുകളുടെ രക്തഓട്ടത്തിലൊക്കെ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അങ്ങനെ സ്പെഷ്യലായിട്ടുള്ള ടെസ്റ്റുകൾ നമ്മൾ ഓർഡർ ചെയ്യാറുണ്ട്. ഇവരിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒന്നും സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഹോർമോൺ ടെസ്റ്റിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ പ്രൊസീഡ് ചെയ്യാറുണ്ട്. സോ ഒരു മെയിൽ പേഷ്യന്റ് വരുമ്പോൾ ബേസിക്കലി ഒരു സെമൻ അനാലിസിസ് ആണ് ചെയ്യുന്നത്. ആദ്യത്തെ വിസിറ്റിൽ തന്നെ അത് ചെയ്യാമെങ്കിൽ വളരെ നല്ലത്. ഇപ്പം ഈ സെമൻ അനാലിസിസ് ഇപ്പോൾ പലപ്പോഴും പേഷ്യൻസ് ഡോക്ടറിൻ്റെ അടുത്ത് വരുന്നതിന് മുമ്പ് തന്നെ പോയി സെമൻ അനാലിസിസ് ചെയ്തിട്ട് വരുന്ന പലരെയും കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ചിലർ പെട്ടെന്ന് പോയി കൊടുക്കും, ബട്ട് എത്രയോ ദിവസത്തെ ആബ്സ്റ്റൻസ് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. അപ്പം ശരിക്കും സെമൻ അനാലിസിസ് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് നോക്കേണ്ടത്? ഫസ്റ്റ് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് നോക്കുക. അതായത് സെമൻ അനാലിസിസ് ചെയ്യുന്നതിന് മുമ്പ് അത് ഒരു ഇൻഫെർട്ടിലിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഒരു ചെക്കപ്പ് ആണെങ്കിൽ അവർ ഉറപ്പാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മാസമെങ്കിലും ഈ പുരുഷനും സ്ത്രീയും ഒരുമിച്ച് താമസിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കണം. കോഹാബിറ്റേഷൻ മോർ ദാൻ 6 months. പണ്ട് കാലങ്ങളിൽ നമ്മൾ 1 വർഷമാണ് പറഞ്ഞിരുന്നത്. ഇന്നത്തെ കാലത്തും 1 വർഷം തന്നെയാണ് സ്റ്റാൻഡേർഡ്. പക്ഷേ ഇപ്പോൾ ആൾക്കാരെല്ലാം ഇൻസ്റ്റൻറ്റ് റിസൾട്ട് വേണം എന്ന് പറയുന്നതുകൊണ്ട് നമ്മളിപ്പോൾ ആ ഒരു പീരീഡ് ഒരു 6 മാസം ഏജിങ് കൂടി വരും. അതെ, ഏജിങ് 6 മാസം പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു സെമൻ അനാലിസിസ് ഓർഡർ ചെയ്യുന്നതിന് ഈ രോഗിയോട് അല്ലെങ്കിൽ ഈ പുരുഷനോട് പറയാറുണ്ട് ഒരു 3 ദിവസം 72 hours അല്ലെങ്കിൽ 96 മണിക്കൂർ മുമ്പ് വരെ ഒരു ഇജാക്കുലേഷൻ നടക്കാൻ പാടില്ല എന്നുണ്ട്. അതായത് അബ്സ്റ്റിനൻസ് അല്ലെങ്കിൽ
അത് 4 ദിവസത്തിന് ശേഷമാണ് ഇത് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കേണ്ടത്. ടെസ്റ്റ് ചെയ്യുന്നതിന് ശേഷം അത് കളക്ട് ചെയ്യുന്നതിന് അരമണിക്കൂറിനുള്ളിൽ ലാബിൽ എത്തിക്കാനും പറയാറുണ്ട്. അരമണിക്കൂറിനുള്ളിലാണ് അത് ടെസ്റ്റ് ചെയ്താൽ അതിൻ്റെ കറക്റ്റ് പാരാമീറ്റേഴ്സ് നമുക്ക് അതിൽ നിന്ന് കിട്ടുക. ഈ 2 കാര്യങ്ങളും മസ്റ്റായിട്ട് എല്ലാവരോടും പറയാറുണ്ട്. പിന്നെ അത് സിമെൻറ്റ് തന്നെയാണ് അതിനകത്ത് കളക്ട് ചെയ്യണമെന്ന് ഉറപ്പാക്കുക. അത് കളക്ട് ചെയ്ത ഉടനെ തന്നെ അരമണിക്കൂറിനുള്ളിൽ ലാബിൽ എത്തിക്കാനും പറയാറുണ്ട്. ഇപ്പം ഈ സെമൻ അനാലിസിസ് മെയിനായിട്ട് നോക്കുന്നത് സ്പെർമിൻ്റെ കൗണ്ട്, മോട്ടിലിറ്റി, അതുപോലെ തന്നെ മോർഫോളജി. അപ്പം ഇതിൻ്റെ ഒരു നോർമൽ ലെവൽ എന്ന് പറയുന്നത് എത്രയായിരിക്കും? പണ്ട് കാലങ്ങളിൽ ഒരു ഇജാക്കുലേറ്റ്, അതായത് ഒരു സെമൻ ഡിസ്ചാർജിൽ നമുക്ക് ഏകദേശം ഒരു 100 മില്യൺ വരെയൊക്കെ നോർമൽ എന്ന് പറയാറുണ്ട്. 1 മില്ലി ലിറ്ററിൽ 100 മില്യൺ വരെ. പക്ഷേ അതെല്ലാം നമ്മളുടെ ഒരു ഓവർ എക്സ്പെക്റ്റേഷനാണ്. അതായത് അത്രയും ഒരു കൗണ്ട് ഇന്നത്തെ കാലത്ത് കാണുന്നില്ല എന്നുള്ളതാണ്. ഈ WHO, അതായത് ലോകാരോഗ്യ സംഘടന അതിനൊരു കണക്ക് വെച്ചിട്ടുണ്ട്. അതായത് ഒരു സ്റ്റാൻഡേർഡൈസേഷന് വേണ്ടിയിട്ട് ലോകം മുഴുവനുള്ള ആൾക്കാർക്ക് വേണ്ടി ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ട്. അത് ലോകാരോഗ്യ സംഘടന വെച്ചിരിക്കുന്നത്. അതായത് 15 മില്യൺ എങ്കിലും ഒരു ഇജാക്കുലേറ്റിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതായത് ലോവസ്റ്റ് ലിമിറ്റ് ഓഫ് നോർമൽ, അതായത് സിമൻ കൗണ്ടിൻ്റെ ലോവസ്റ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് ഒരു 15 മില്യൺ എങ്കിലും ഒരു ഇജാക്കുലേറ്റിൽ ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു പുരുഷൻ തീർച്ചയായും പ്രഗ്നൻസിക്ക് കാരണമായേക്കാം എന്ന് WHO കണ്ടെത്തിയിട്ടുണ്ട്. അതാണ് ഒരു നോർമൽ സ്റ്റാൻഡേർഡ്. അതിന് മുകളിലേക്കുള്ളത് എത്രയായാലും നല്ല കാര്യം എന്നുള്ളത് പറയാം. അതുപോലെ തന്നെ ചലനശക്തി അതും പല ഗ്രേഡുകളിലുണ്ട്, പല സ്റ്റാൻഡേർഡ്സിലുണ്ട്. അത് WHO സ്റ്റാൻഡേർഡ് തന്നെയാണെങ്കിൽ 4 ഗ്രേഡുകളായിട്ടും, അല്ലെങ്കിൽ ABCD എന്നുള്ള പറയുന്ന റാപ്പിഡ് മോട്ടിലിറ്റി, നല്ല ചലനശക്തിയുള്ളതും 40 to 50%, 50% ആൾക്കാരുള്ളത്, 50% എങ്കിലും നല്ല ചലനശക്തിയുള്ളത് കാണണം എന്നുള്ളതാണ്. ഡെഡ് ആയിട്ടുള്ള സ്പംസ് 0% ആയിരിക്കണം, 0 to 5%, അല്ലെങ്കിൽ തീരെ ചലനശക്തി ഇല്ലാത്തത് 0% ആയിരിക്കണം എന്നുള്ളതാണ് ഒരു ഐഡിയൽ സിറ്റുവേഷൻ. ഇപ്പോൾ ചിലരിൽ കാണാറുണ്ട് സെമൻ റിപ്പോർട്ടിൽ കൗണ്ടും നോർമലായിരിക്കും, ചലനശേഷി നോർമലായിരിക്കും, പക്ഷേ മോർഫോളജി നോക്കുമ്പോൾ കുറച്ച് കുറവായിരിക്കും. മോർഫോളജി, അതായത് ആ ഒരു സ്പെർമിൻ്റെ ഘടന എത്ര % ആയിരിക്കണം നോർമലായിരിക്കേണ്ടത്? കൗണ്ടും മോട്ടിലിറ്റിയും ഇത് രണ്ടും എപ്പാർട്ട്. മൂന്നാമത്തെ ഘടകമായ മോർഫോളജി, അതിൻ്റെ ഘടന ഒരു മാത്രത്തിൽ ചേഞ്ച് വരുന്ന പുരുഷന്മാരിൽ ഇത് സെമൻ അനാലിസിസ് വളരെ ഒരു അപൂർവമായിട്ടേ കാണാറുള്ളൂ. അത് ജന്മന ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കൊണ്ടാവാം, അല്ലെങ്കിൽ ഈ മരുന്നുകൾ കഴിക്കുന്ന ഒരവസ്ഥയിൽ വരാം, റേഡിയേഷൻ അങ്ങനെയുള്ള ഓപ്പറേഷനുകളൊക്കെ കഴിഞ്ഞ രോഗികളിൽ വരാറുണ്ട്. അപ്പോൾ അതിൻ്റേതായ കാരണങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ അബ്നോർമലായിട്ടുള്ളത് ഉണ്ടാവുന്നത്, അതായത് അതിൻ്റെ മെച്യൂറേഷൻ നടക്കുന്നതിനാണ്. നമ്മൾ സാധാരണ ഏതൊരു ജീവനുള്ള ഒരു ഓർഗാനിസത്തിനെ എടുത്തു കഴിഞ്ഞാലും അതിൻ്റേതായ ഒരു സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻ്റ് ഉണ്ട്. അത് ചെറിയ കുഞ്ഞായിരിക്കുകയും വലിയ ആളിലേക്കുള്ള ഒരു ചേഞ്ച്. അതുപോലെ തന്നെ സ്പേംസും മെച്യൂർ ചെയ്യാറുണ്ട്. ചെറിയൊരവസ്ഥയിൽ നിന്ന് അതൊരു മെച്യൂർ സ്പേമായിട്ട് വരുന്ന ഒരവസ്ഥയിലേക്ക് വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ആ സെൽ ഡിവിഷനും അങ്ങനെയുള്ള ചേഞ്ചുകളിൽ കറക്റ്റ് ആവാത്ത ഒരവസ്ഥ, അതായത് ശരീരത്തിൻ്റെ ചൂട് കൂടുകയോ ഊഷ്മാവ് കൂടുകയോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട്, മരുന്നുകൾ കൊണ്ടോ, അല്ലെങ്കിൽ പുറമേ നിന്നുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്, റേഡിയേഷൻ, ക്യാൻസർ, അങ്ങനെയുള്ള ഇതുകൊണ്ടിട്ട് അതിൻ്റെ മെച്യൂറേഷൻ കറക്റ്റായിട്ട് നടക്കാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ ഈ സ്പേം ക്യാരി ചെയ്യുന്ന ട്യൂബ് ഇല്ലാത്തൊരവസ്ഥ, അങ്ങനെയുള്ളവർക്കെല്ലാം ചേഞ്ചുകൾ, മോർഫോളജിക്കലായിട്ടുള്ള വ്യത്യാസങ്ങൾ കാണാറുണ്ട്. ഇപ്പം ഈ കൗണ്ട് കുറയുന്നു എന്ന് ചില സെമൻ റിപ്പോർട്ടിൽ കൗണ്ട് കുറവെന്ന് പറയുമ്പോഴേ പേഷ്യൻസ് ചോദിക്കാറില്ല, ഡോക്ടർ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ വരാറുണ്ടോ, അല്ലെങ്കിൽ ബൈക്ക് യാത്ര കൂടുതലായിട്ട് ചെയ്യുന്നുണ്ടോ? അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സംശയം വരാൻ കാരണം? നോർമലായിട്ടൊരു സ്പേം മെച്യൂറേഷൻ അല്ലെങ്കിൽ കൗണ്ട് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട്, നോർമൽ കൗണ്ടിന് വേണ്ടിയിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ, അതായത് ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഉണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മളുടെ വൃഷ്ണങ്ങൾ തന്നെ പുരുഷന്മാരിൽ അത് ശരീരത്തിന് പുറത്തിരിക്കുന്നതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിനകത്ത് ചൂടായത് കൊണ്ടിട്ട് സ്പേം മെച്യൂറേഷൻ നടക്കുന്ന ആ ഒരു ഇത്
കറക്റ്റ് ആവില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ചലനശക്തിയെയും അതിൻ്റെ വളർച്ചയെയും ബാധിക്കുന്നത് ടെമ്പറേച്ചറാണ്. ഈ ഒരു ടെമ്പറേച്ചർ നമ്മൾ അമിതമായി ചൂട് ഉണ്ടാവുന്ന അവസ്ഥകളായിട്ട് കമ്പയർ ചെയ്യുക. ലൈക്ക് നമ്മളിപ്പോൾ ഒരു ചൂടുവെള്ളത്തിൽ കുളിക്കുക, അല്ലെങ്കിൽ ഒരു ബൈക്ക് സ്ഥിരമായി യാത്ര ചെയ്യുക, അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഈ ജക്കൂസി, സോന പോലെയുള്ള സ്പാ അങ്ങനെയുള്ള ഇതിലൊക്കെ പോകുന്നവർക്ക് അത് കുറവായിട്ട് കാണാറുണ്ടോ എന്നൊക്കെ നമ്മൾ സംശയം ചോദിക്കാറുണ്ട്. അങ്ങനെ ഒരു മാർജിനൽ ഡിഫറൻസേ ഉള്ളൂ. സയൻറ്റിഫിക് ആയിട്ടുള്ള ശാസ്ത്രീയമായ പഠനങ്ങളിൽ തന്നെ ഒരു മാർജിനൽ ഡിഫറൻസേ കാണാറുള്ളൂ. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇൻ്റർനെറ്റിലും ന്യൂസ് പേപ്പറുകളിലും ആരോഗ്യ മാസികകളിലും ഇത് വളരെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടാണ് ഇതുകൊണ്ടായിരിക്കാം എന്നുള്ളത് ജനത്തിന് അങ്ങനെ ഒരു വിശ്വാസം വന്നിരിക്കുന്നത്. പക്ഷെ അതെല്ലാം ഒരു മാർജിനൽ വാല്യൂ ഉള്ളൂ. പക്ഷെ ഇതിനൊക്കെ പുറമെ വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പോൾ ഒരിക്കലും അങ്ങനെ നമ്മൾ വിശ്വസിക്കരുത് ഇതുകൊണ്ടാണ് എന്നുള്ളത്. കൗണ്ട് കുറയാൻ അല്ലെങ്കിൽ സെമൻ പാരാമീറ്റേഴ്സ് മോശമാവാനായിട്ടുള്ള സാധാരണ കണ്ടുവരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന കറക്റ്റബിൾ ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വെരിക്കോസീൽ എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. നമ്മൾ കാലിലൊക്കെ ഞരമ്പ് പടഞ്ഞു കിടക്കുന്നത് പോലെ തന്നെ വൃഷ്ണങ്ങളിലേക്കുള്ള രക്തോട്ടത്തിലേക്കുള്ള അശുദ്ധ രക്തം കൊണ്ടുപോകുന്ന വെയിൻസ് വികസിച്ച് കിടക്കുന്ന ഒരവസ്ഥ വരാറുണ്ട്. അതാണ് വെരിക്കോസീൽ എന്ന് പറയുന്നത്. അത് പല ഗ്രേഡുകളിലുണ്ട്. ഗ്രേഡ് 1 to 3 ഉണ്ട്. കൂടിയ ഗ്രേഡിലുള്ളവർക്ക് തീർച്ചയായും